എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭാഗവത മാഹാത്മ്യത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ 71 മുതൽക്കുള്ള ശ്ലോകങ്ങളുടെ അർത്ഥവും സാരവും വിവരിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം. ശ്ലോകം 71. ഇദം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം ഭക്തിജ്ഞാനവിരാഗാണാം സാപനായ പ്രകാശിതം. ഇദം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം ഭക്തിജ്ഞാനവിരാഗാണാം സാപനായ പ്രകാശിതം. ഭാഗവതമെന്ന് സുപ്രസിദ്ധമായ ഈ പുരാണം 4 വേദങ്ങളുടെ സദൃശമാകുന്നു. ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ ബലപ്പെടുത്തി ഉറപ്പിക്കുവാൻ വേണ്ടി വേദവ്യാസമുനി ആ 4 വേദങ്ങളിൽ വ്യാപിച്ചിരിക്കുന്ന സാരത്തെ വേർതിരിച്ച് പുരാണ സ്വരൂപത്തിലാക്കി വാർത്തെടുത്തു. ശ്ലോകം 72. വേദാന്ത വേദ സുസ്നാദേ ഗീതായ അവികർത്തരേ പരിതാപവതി വ്യാസേ മുഹ്യത്തെ ജ്ഞാനസങ്കരേ. വേദാന്ത വേദ സുസ്നാദേ ഗീതായാവികർത്തരേ പരിതാപവതി വ്യാസേ മുഹ്യതി ജ്ഞാനസാഗരേ. 73. തദാ ത്വയാ പുരാ പ്രോക്തം ചതുശ്ലോകസമന്വിതം തദീയ ശ്രവണാൽ സദ്യോ നിർബാധോ ബാദരായണഃ. തദാ ത്വയാ പുരാ പ്രോക്തം ചതുശ്ലോകസമന്വിതം തദീയ ശ്രവണാൽ സദ്യോ നിർബാധോ ബാദരായണഃ. ശ്ലോകം 74. തത്ര തേ വിസ്മയക്കേന യദ പ്രശ്നകരോ ഭവാൻ ശ്രീമദ് ഭാഗവതം ശ്രാവ്യം ശോകദുഃഖവിനാശനം. തത്ര തേ വിസ്മയക്കേന യദ പ്രശ്നകരോ ഭവാൻ ശ്രീമദ് ഭാഗവതം ശ്രാവ്യം ശോകദുഃഖവിനാശനം. സുസ്നാതൻ നിപുണൻ, പരിതാപവാൻ മനസ്സിന് ദുഃഖമുള്ളവൻ, മുഹ്യൻ മോഹിച്ചിരിക്കുന്നവൻ, ബോധമൊഴിഞ്ഞവൻ, ബാദരായണഃ വ്യാസൻ, വിസ്മയ ആശ്ചര്യം, പ്രശ്നകരം ചോദ്യം ചെയ്യുന്നവൻ, ശ്രാവ്യം ശ്രവിക്കപ്പെടേണ്ടത്, വേദാന്തങ്ങൾ വേദങ്ങൾ മുതലായവയിൽ നിപുണനും, ഭഗവത്ഗീത ഇതിഹാസങ്ങൾ പുരാണങ്ങൾ മുതലായ ഉത്തമ ഗ്രന്ഥങ്ങളുടെ കർത്താവുമായ ശ്രീ വ്യാസമുനിക്ക് മനസ്സമാധാനമുണ്ടാകാതെ അജ്ഞാന സമുദ്രത്തിൽപ്പെട്ട് മോഹിച്ചിരിക്കുന്ന സമയം ചതുശ്ലോകി ഭാഗവതം അങ്ങ് ഉപദേശിച്ചില്ലയോ? ആ 4 പദ്യങ്ങളിലടങ്ങിയ ഭാഗവത കഥാസാരം ശ്രവിച്ച് ഉടനെ തന്നെ വ്യാസർ മനശ്ലോകം തീർന്ന് സന്തുഷ്ടനായില്ലയോ? അത്രത്തോളം മാഹാത്മ്യം ഭാഗവത കഥാസാരത്തിനുണ്ടെന്ന് അനുഭവപ്പെട്ടിരിക്കുന്ന അങ്ങേക്ക് ഇത്രത്തോളം സംശയത്തിനും ആശ്ചര്യത്തിനും എന്തു കാരണം? അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഞങ്ങളോട് ഈ വധം ചോദ്യം ചെയ്തിരിക്കുന്നത്. സംശയം വേണ്ട, ശ്രീമദ് ഭാഗവത ശ്രവണത്താൽ തന്നെ മനപ്പീഡയും നശിച്ച് മനുഷ്യൻ സന്തുഷ്ടനായി ഭവിക്കും. ശ്രീനാരദോവാച. ശ്ലോകം 75. യദ്ദർശനം ജവിനിഹന്യ ശുഭാനി സദ്യ ശ്രേയസ്നോദീ ഭവദുഃഖദവാർദിതാനാം നിശേഷശേഷമുഖഗീതകഥൈകപാരാः പ്രേമപ്രാകാശഹൃദയേ ശരണം ഗതോസ്മി. യദ്ദർശനം ജവിനിഹന്യ ശുഭാനി സദ്യ ശ്രേയസ്തനോദി ഭവദുഃഖദവാർദിതാനാം നിശേഷശേഷമുഖഗീതകഥൈകപാരാः പ്രേമപ്രകാശഹൃദയേ ശരണം ഗതോസ്മി. യദ്ദർശനം യാതൊരുത്തരുടെ ദർശനം, ഭവദുഃഖദ ദവാർദിതാനാം സംസാര ദുഃഖങ്ങളാവുന്ന കാട്ടുതീയിനാൽ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നവരുടെ അശുഭാനി അശുഭങ്ങളെ സദ്യാവിനിഹന്തി ഉടനെ നശിപ്പിക്കുന്നു. ശ്രേയ തനോതി ശ്രേയസിനെ വർദ്ധിപ്പിക്കുന്നു. നിശേഷരോഗ ഗീത കഥൈകപാന ആദിശേഷ മുഖങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച കഥകളെ തന്നെ
പാനം ചെയ്യുന്ന മഹാത്മാക്കളെ, പ്രേമപ്രകാശഹൃദയെ, പ്രേമസ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നവനായിക്കൊണ്ട് ശരണം ഗത അസ്മിൻ, ഞാൻ ശരണം പ്രാപിച്ചിരിക്കുന്നു. വിസ്മൃതമായിരിക്കുന്ന ഭാഗവതഹിമ കുമാരോപദേശം നിമിത്തം പ്രകാശിപ്പിച്ചപ്പോൾ സന്തുഷ്ടനായ നാരദൻ പറയുന്നു: യാതൊരുത്തരുടെ സന്ദർശനം സംസാര ദുഃഖങ്ങളാവുന്ന കാട്ടുതീയിൽ അകപ്പെട്ട് തളരുന്ന ജനങ്ങളുടെ അശുഭങ്ങളെ നിശേഷം നശിപ്പിക്കുകയും പരമമംഗളത്തെ അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുന്നുവോ, ആദിശേഷ ഭഗവാന്റെ 1000 മുഖങ്ങളിൽ നിന്നൊഴുകുന്ന കഥാമൃതത്തെ തന്നെ നിരന്തരം പാനം ചെയ്ത് ആനന്ദിക്കുന്ന മഹാനുഭവന്മാരായ നിങ്ങളെ ഞാൻ ശരണം പ്രാപിക്കുന്നു. പരമപ്രേമലക്ഷണമായ ഭക്തിയുടെ സ്വരൂപത്തെ നന്നായി പ്രകാശിപ്പിക്കുവാൻ കരുണയുണ്ടാകണം. ശ്ലോകം 76. ഭാഗ്യോദയേന ബഹുജന്മസമാധിതേന സത്സംഗമേവ ലഭതേ പുരുഷോ യഥാ വൈ അജ്ഞാനഹേതുകൃതമോഹമഹാന്തകാര നാശം വിദായകി തദോദയതേ വിവേകഃ. ഭാഗ്യോദയേന ബഹുജന്മസമാധിതേന സത്സംഗമേവ ലഭതേ പുരുഷോ യഥാ വൈ അജ്ഞാനഹേതുകൃതമോഹമഹാന്തകാര നാശം വിദായകി തദോദയതേ വിവേകഃ. ബഹുജന്മസമർജിതേന, ബഹുജന്മങ്ങളിൽ സമ്പാദിക്കപ്പെട്ട ഭാഗ്യോദയേന, ഭാഗ്യത്തിൻ്റെ ഉദയത്താൽ, പുരുഷൻ യഥാ സത്സംഗം ലഭതേ, എപ്പോൾ സത്സംഗത്തെ പ്രാപിക്കുന്നുവോ, തഥാ ഏവ വൈ, അപ്പോൾ തന്നെ നിശ്ചയമായിട്ടും അജ്ഞാനഹേതുകൃതമോഹ മഹാന്തകാരനാശം, അജ്ഞാനമാവുന്ന കാരണത്താൽ ജനിപ്പിക്കപ്പെട്ട മോഹമാവുന്ന ഗാഢാന്ധകാരത്തിൻ്റെ നാശത്തെ ചെയ്തിട്ട് വിവേക ഉദയതേ, ഈ വിവേകം ഉദിക്കുന്ന യുക്തം. സത്സംഗഫലത്തെ പറയുന്നു. അനേക ജന്മങ്ങളിൽ ശ്രദ്ധാപൂർവം അനുഷ്ഠിച്ച സൽക്കർമ്മങ്ങളുടെ ബലരൂപമായ ഭാഗ്യം എപ്പോൾ ഫലത്തെ കൊടുക്കുവാൻ തക്കവിധം പാകം വരുന്നുവോ, അപ്പോൾ പുരുഷന് സജ്ജന സംസർഗം ലഭിക്കും. ഉടൻ തന്നെ ആത്മസ്വരൂപത്തെ അറിയാതിരുന്നത് നിമിത്തം ശരീരാദികളായ അനാത്മാക്കളിൽ ആത്മബുദ്ധി സ്വരൂപമായ ഭ്രമമാകുന്ന ഗാഢാന്ധകാരം നശിക്കും. തൽക്ഷണം തന്നെ വിവേകമാകുന്ന ആത്മജ്ഞാനമാകുന്ന സൂര്യൻ ഉദിക്കും. സാധുസംഗമം തന്നെ സംസാര ദുഃഖങ്ങളുടെ നിശേഷ നാശകാരണമെന്നതിൽ ലേശവും സംശയപ്പെടാൻ അവകാശമില്ല. ഓം. ഇത് ശ്രീമദ് ഭഗവതി മഹാപുരാണേ ഉത്തരകാണ്ഡേ ശ്രീമദ് ഭാഗവത മഹാത്മ്യം കുമാരനാരദ സംവാദോ നാമ ദ്വിതീയോധ്യായഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം.